ഡോക്ടർ രാജേഷ് മഹേശ്വർ. ഞാൻ താമസിക്കുന്നത് കൊല്ലം മങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ സ്വന്തം സ്ഥലം ചാത്തന്നൂർ തിരുമുക്കാണെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന റിസൈഡിങ് അറ്റ് മങ്ങാടാണ്. ഞാൻ ഒരു ഓർമ്മ പരിശീലകനാണ്, സൈക്കോളജിസ്റ്റാണ്, കൗൺസിലിംഗ് ഉണ്ട്. അതുപോലെ URFൻ്റെ വേൾഡ് റെക്കോർഡ് വിന്നറാണ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് വിന്നറാണ്, ഒരു പുസ്തകത്തിൻ്റെ രചയിതാവാണ്. അതുപോലെ അതിലുപരി ഡോക്ടറേറ്റ് ഡിഗ്രി, ഹോണററി ഡീലിറ്റ് ബിരുദം നേടിയിട്ടുണ്ട്. TV റേഡിയോ ആങ്കറാണ്. അതുപോലെ മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി ഫെയിമാണ്. അതുപോലെ അമൃത TV കോമഡി മാസ്റ്റർ ഫെയിമാണ്, കിസ് മാസ്റ്ററാണ്. അങ്ങനെ നിരവധി അനവധി മേഖലകളിൽ സഞ്ചരിക്കുന്നു. ഡോക്ടറിനെ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നമസ്കാരം. എത്ര നാളായി നമ്മളെ ഈ പ്രോഗ്രാമുകളൊക്കെ ചെയ്തപ്പോൾ തുടങ്ങിയിട്ട്? വളരെ നാളുകളായിട്ട്. ഇപ്പോൾ ഏകദേശം 15 വർഷത്തോളം. 15 വർഷത്തോളം. ഇതിനകത്ത് വരാൻ കാര്യമെന്ന് വെച്ചാൽ PSC പഠനമാണ്. PSCക്ക് പഠിച്ച് നമ്മളിപ്പം ഓരോ ക്വസ്റ്റിനും റാൻഡമായിട്ടല്ലേ നമ്മൾ നോക്കിപ്പോകും. അതെ. ഞാൻ വിചാരിച്ച് ഇത് ഫുള്ളായിട്ട് പഠിച്ചാൽ എന്നതിൻ്റെ ബേസിലാണ് ഞാൻ ഈ രാജ്യങ്ങളെ പഠിക്കാൻ തുടങ്ങിയത്. അത് ശരി. റിസൈറ്റിംഗ് ആയിട്ട്, അതായത് ABCDZ വരെയുള്ള ഓരോ രാജ്യങ്ങളുടെ അതെ അക്ഷരമാല ക്രമത്തിൽ പറഞ്ഞപ്പോൾ അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതെ. സാധാരണ നമ്മൾ PSC പഠിക്കുമ്പോൾ ഇവിടുന്ന് പെറുക്കിയെടുത്ത് നമ്മൾ പഠിക്കുന്നത്. ഏത് രാജ്യം ചോദിച്ചാലും അതിന്റെ ക്യാപിറ്റലും കറൻസിയും കൂടെ പറഞ്ഞു പോകും. അത് ശരി. അപ്പൊ അത് ഉൾപ്പെടെയാണ് എനിക്ക് URFന്റെ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറത്തിന്റെ വേൾഡ് റെക്കോർഡ് കിട്ടിയത്. അതോടൊപ്പം തന്നെ ഇതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയത്. 28 സ്റ്റേറ്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പ്രേക്ഷകരൊന്ന് കേൾക്കട്ടെ, ഒന്ന് പറഞ്ഞു. അവർക്ക് എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിസോർഡർ പഠിക്കാതെ, അതും ABC ക്രമത്തിൽ പഠിക്കുകയാണെങ്കിൽ, ABC ക്രമത്തിൽ ഇപ്പൊ A തുടങ്ങുന്നത് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശ്. ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. അപ്പൊ അതിനെ ചൂട് പിടിച്ചുകൊണ്ട് അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ ഇല്ല, അതിനെ ട്രാൻസ്മിറ്റിവിറ്റിയിലോട്ടാക്കി, അതിനെ എന്താണ് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയല്ലോ. ജാർഖണ്ഡ്, കർണാടക, കേരള, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, സിക്കിം, തമിഴ്നാട്, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, W4 വെസ്റ്റ് ബംഗാൾ. ഇപ്പോൾ 28 സ്റ്റേറ്റുകളായി. അവർ പഠിച്ചു വെക്കേണ്ട വേറൊന്നുമില്ല. 28 + 8 28 + 8 8 വരുമല്ലോ. 28 + 8 UT ആണ്, യൂണിയൻ ടെറിട്ടറീസ് അഥവാ കേന്ദ്രഭരണ പ്രദേശം. അപ്പൊ 28 + 8 = 36 എന്ന് പഠിച്ചു വെക്കുന്നതായിരിക്കും അവർക്ക് എപ്പോഴും. ഓർക്കാൻ അതൊരു ഫോർമുലയാണ്. 28 + 8 = 36. അപ്പൊ തെറ്റത്തില്ല. അപ്പം അവർക്ക് കണക്ക് കൂട്ടിൽ ഏതെങ്കിലും ഒന്ന് കൂടിയോ കുറഞ്ഞോ ചെന്നാലും അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ നോക്കും. അപ്പം ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അതിലൊരു എളുപ്പവഴിയുണ്ട്. ACDDLPJL എന്ന് ഓർത്ത് വെച്ചു കഴിഞ്ഞാൽ ഈ കേന്ദ്രഭരണ പ്രദേശം പെട്ടെന്ന് കിട്ടും. A ഫോർ ആൻഡമാൻ നിക്കോബാർ, C ചണ്ഡീഗഡ്, D ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. രണ്ടും കൂടെ യൂണിയൻ ടെറിട്ടറി രണ്ടും കൂടെ സംയോജിപ്പിച്ചു, മെർജ് ചെയ്തു. ഇപ്പം മറ്റേ രണ്ടും പ്രത്യേകമായിരുന്നു. പിന്നെ ഡൽഹി, നമ്മളെ ക്യാപിറ്റൽ തലസ്ഥാന നഗരമാണ് ഡൽഹി. അടുത്തത് ലക്ഷദ്വീപ്, പിന്നെ അടുത്തത് പുതുച്ചേരി, J&K ജമ്മു ആൻഡ് കാശ്മീർ, ലാസ്റ്റ് വൺ ലഡാക്ക്. ഇപ്പൊ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഇപ്പൊ ആൻഡമാൻ അല്ല, ഇപ്പൊ ലഡാക്കാണ്. ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ആവും. അപ്പൊ അങ്ങനെ നമ്മൾ 28 + 8 = 36 എന്നുള്ള രീതിയിൽ നമ്മൾ വന്നു കഴിഞ്ഞു. ക്ലാസ് എടുക്കുമ്പോഴേ കുട്ടികൾക്ക് കുറെ കൂടെയൊക്കെ ഈ ഹൃദയത്തിലോട്ട് കയറത്തക്ക രീതിയിൽ ഈ ഡാൻസിലൂടെ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഒളിമ്പിക്സിൽ 5 വളയങ്ങളുണ്ട്. ഈ 5 വളയങ്ങൾ 5 ഭൂഖണ്ഡങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 5 വളയങ്ങൾ, അതായത് 3 വളയങ്ങളും അതിനെ കെട്ടിപ്പിടിച്ച് താഴെ 2 വളയങ്ങളും ഉണ്ട്. ഈ 5 വളയങ്ങൾ 5 ഭൂഖണ്ഡങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ 5 വളയങ്ങൾക്ക് 5 കളേഴ്സ് കൊടുത്താൽ, 5 കളർ കൊടുത്താൽ നമ്മൾ എങ്ങനെ അതിന്റെ ടിപ്സ് എങ്ങനെ തയ്യാറാക്കുമെന്ന് ചോദിച്ചാൽ, യാ ബാ ബി ഗാ രു, അതൊരു പാട്ടിലൂടെ യാ ബാ ബി ഗാ രു ഹേ യാ ബാബി കമാൺ, യാ ബാബി ഗാരു ഹേ യാ ബാബി. അപ്പൊ അവരും താളത്തിൽ അവരും കൈയടിക്കും. അപ്പൊ യാ എന്താണെന്ന് ചോദിക്കും. യാ അത് നമ്മളെ ഏഷ്യയെ പ്രതിനിധീകരിക്കുന്ന നിറമായി മാറി, യെല്ലോ ഏഷ്യ. അടുത്തത് ബാ, ബ്ലാക്ക് ആഫ്രിക്ക. അടുത്ത ബി, ബ്ലൂ യൂറോപ്പ്. അടുത്ത ഗ, ഗ്രീൻ ഓസ്ട്രേലിയ, ഏറ്റവും ചെറിയ ഭൂഖണ്ഡവും രാജ്യവും. മറ്റേത് ഏഷ്യ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഭൂഖണ്ഡമായി. ഏറ്റവും ലാസ്റ്റ് രു, റെഡ് USA, അപകടം, ഡേഞ്ചർ, ആര്? അമേരിക്ക. അപ്പോൾ അത് നമ്മൾ ഡാൻസിലൂടെ യാ ബാബി ഗാരു ഹേ യാ ബാബി കമാൺ
യാബാബി ഗാരു ഹേ യാബാബി കമാൺ ഹേ യാബാബി ഗാരു ഹേ യാബാബി. ഇത് അവരുടെ അടുത്തോട്ട് നമ്മൾ ചെല്ലും ഡാൻസ് കളിച്ചോണ്ട്. അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആവും അവര്. അപ്പൊ യെല്ലോ ഏഷ്യ, ബ്ലാക്ക് ആഫ്രിക്ക, ബ്ലൂ യൂറോപ്പ്, ഗ്രീൻ ഓസ്ട്രേലിയ, ലാസ്റ്റ് റെഡ് USA. നമുക്ക് ആ ഒളിമ്പിക്സിലെ വളയങ്ങൾ ഓരോ ഭൂഖണ്ഡങ്ങൾക്കും ഓരോ വളയങ്ങളുണ്ട്. അപ്പം ഓരോ നിറങ്ങളുണ്ട്. അപ്പോൾ ആ നിറങ്ങളെയാണ് നമ്മൾ പറഞ്ഞത്. ലോകത്തിലാകെ എത്ര ഭൂഖണ്ഡങ്ങളെന്ന് ചോദിച്ചാൽ ഇപ്പോഴും കുട്ടികൾ പറയും 7. 7 8 ഭൂഖണ്ഡം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് രസം എന്ന് പറയുന്നത്. ഒരു സ്കൂളുകളിലും ഇത് പറഞ്ഞു കൊടുക്കുന്നില്ല. ഇപ്പം നമുക്കറിയാം ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അമേരിക്ക രണ്ടായിട്ട് തിരിക്കും. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, പിന്നെ അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക ഈസ് അതർവൈസ് കാൾഡ് വൈറ്റ് കോണ്ടിനെന്റ്, വെള്ള ഭൂഖണ്ഡം, മഞ്ഞ് പെയ്യുന്നതുകൊണ്ട്. അതുവരെ 7 ഭൂഖണ്ഡം എന്നേ പറയത്തുള്ളൂ. പക്ഷേ 8ാമതൊരു ഭൂഖണ്ഡം കണ്ടുപിടിച്ചു. അതിന്റെ പേര് സീലാൻഡിയ. പക്ഷെ അവിടെ ആൾതാമസം ഇല്ലെന്നേ ഉള്ളൂ. സീലാൻഡിയ, അതായത് 2017 കണ്ടുപിടിച്ചതാ. ഇപ്പോഴും അവിടെ പഠിപ്പിക്കുന്നത് 7 ഭൂഖണ്ഡം എന്നാണ്. പക്ഷെ അവിടെ ആൾതാമസമില്ല. ഒരു കൂട്ടം ഈ ഒളിഞ്ഞിരുന്ന ഭൂഖണ്ഡം ഒരു കൂട്ടം ഭൗമശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുകയായിരുന്നു. അതായത് ഓഷ്യനാണ്, പസഫിക് ഓഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ആസ്ട്രേലിയ, ന്യൂസിലൻഡ്, ന്യൂ കാലിഡോണിയ ഉൾപ്പെട്ട മേഖലയിൽ ഒളിഞ്ഞിരുന്ന ഭൂഖണ്ഡം ഒരു കൂട്ടം ഭൗമശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു. ഈ ഭൂഖണ്ഡത്തെ കുറിച്ച് ഇനിയും പറയുകയാണെങ്കിൽ 94% കടലിനടിയിലാണ്. 94% കടലിനടിയിലാണ്. 6% വെള്ളമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ബാക്കി 49 ലക്ഷം ചതുരശ്ര തിരിച്ചിട്ടാൽ 49 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഈ ഭൂഖണ്ഡത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പം ഇത് ഏറ്റവും ചെറുതും പ്രായം കുറഞ്ഞതും മെലിഞ്ഞതുമായ ഭൂഖണ്ഡമാണ്. എന്നുവെച്ചാൽ അവിടെ ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് അത് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇങ്ങനൊരു ഭൂഖണ്ഡം ഒരു കൂട്ടം ഭൗമശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത് പക്ഷെ ആരും പലരും അറിഞ്ഞിട്ടില്ല. 2017 കണ്ടുപിടിക്കപ്പെട്ടത്. ഇന്നിപ്പം 7 കഴിഞ്ഞിട്ട് ഇന്നിപ്പം 2026 ഒരു 6-7 വർഷത്തിൽ പുറത്തായി. പക്ഷെ ഇപ്പോഴും ആ 7 ഭൂഖണ്ഡം എന്നാണ് പറയുന്നത്. പക്ഷേ സീലാൻഡ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീലാൻഡിയെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതും അപ്ഡേഷൻ അല്ലല്ലോ. അപ്പോൾ ഇപ്പം വത്തിക്കാൻ സിറ്റി, ഇപ്പം ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ സിറ്റി, ഏറ്റവും വലിയ രാജ്യം റഷ്യ ആണെങ്കിൽ ഏറ്റവും ചെറിയ വത്തിക്കാൻ സിറ്റി. വത്തിക്കാൻ സിറ്റിയുടെ പേര് മാറി, അപ്ഡേഷനായത് ഹോളി സീ എന്നായി. ഹോളി സീ, പരിപാവനമായ സീറ്റർ എന്നാണ്. ഹോളി സീറ്റർ ആരാണ്? അവിടെ പോപ്പാണ്. 200 കോടി ജനങ്ങളുടെ അപ്പോസ്തലൻ എന്ന് പറയുന്നത് പോപ്പാണത്. പോപ്പിന്റെ പേരാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രീവോസ്റ്റ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നമ്മൾ പറയുന്നത് ലിയോ 14 എന്നാണ്. അത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രീവോസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം ചിക്കാഗോക്കാരനാണ്, USA കാരനാണ്. അപ്പോൾ അതൊരു പുതിയ അറിവിലേക്ക് ഞാൻ വരികയാണ്. അത് വത്തിക്കാൻ സിറ്റിയുടെ പേര് ഹോളി സീറ്റർ. അപ്പോൾ അതും കൂടെ ഈ അവസരത്തിലേക്ക് പറയുകയാണ്.